കേരളത്തിൻ്റെ കാലാവസ്ഥ ഒരിക്കലും ചെയ്തുകൂടാത്ത സംഭവമാണ് മാർബിൾ. 100% ആരോഗ്യത്തിന് ദോഷമുണ്ടാകും. ഈ പ്രാക്ടിക്കാലിറ്റി നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ കിച്ചണിൽ നമുക്ക് ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായും. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ആളുകൾ, പുതിയ കുട്ടികൾ പലപ്പോഴും പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുന്നത്. കാണാൻ നല്ലതാണെന്ന് ഉള്ള കാരണത്താൽ അത് എല്ലായ്പ്പോഴും നമുക്ക് സ്വീകാര്യമാവുന്നില്ല. നമസ്കാരം. സഫലമീ യാത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ബാംഗ്ലൂരിലാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്ന വ്യക്തി മറ്റ് മേഖലകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരാളെയാണ്. ഒരു മികച്ച ഇൻറ്റീരിയർ ഡിസൈനറാണ്. അദ്ദേഹം മൂവാറ്റുപുഴ സ്വദേശിയാണ്. അദ്ദേഹം 2006 മുതൽ ഇവിടുത്തെ ബാംഗ്ലൂർ നഗരത്തിലെ ഒട്ടുമിക്ക പ്രോജക്റ്റുകൾക്കും അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് റെസിഡൻഷ്യൽ പ്രോജക്റ്റുകൾക്കാണ്. അദ്ദേഹത്തിൻ്റെ വ്യൂവിലേക്ക്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിലേക്ക് നമുക്ക് കുറച്ച് നേരം സഞ്ചരിക്കാം. അതിനു മുമ്പ് മിസ്റ്റർ ജോബി ജോസഫിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. താങ്ക് യു. ഞാൻ പറഞ്ഞു, നമ്മുടെ പാഷനാണ് നമുക്ക് ഒരു മേഖലയെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. കുട്ടിക്കാലം മുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു മേഖലയിലേക്ക് നടന്നു കയറുക, പതിയെ നടന്നു കയറുക. അപ്പോൾ അതിലുണ്ടാകുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓഫ് ക്യാമറയിൽ സംസാരിച്ചൊരു കാര്യം, 7ാം ക്ലാസ് മുതൽ ഞാൻ ഒരുപാട് ബുക്കുകൾ വായിക്കും. അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എൻ്റെ ആശയങ്ങളെ, എൻ്റെ ഐഡിയാസിനെ ഞാൻ ഇൻറ്റീരിയറിലേക്ക് കൊണ്ടുവരികയാണ്, ഡിസൈനിങ്ങിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആശയം മനസ്സിലേക്ക് കടന്നു വന്നത് എങ്ങനെയായിരുന്നു സാർ? എൻ്റെ വീട്ടിൽ ഞാൻ ഒരു മകനേ ഉള്ളൂ. എനിക്ക് ചേട്ടന്മാർ, അനിയന്മാർ അല്ലെങ്കിൽ ചേച്ചിമാരൊന്നുമില്ല. പിന്നെ ആകെ കിട്ടുന്ന ഒരു എൻജോയ്മെൻ്റ് എന്ന് പറയുവാണെങ്കിൽ റീഡിങ് മാത്രമേ ഉള്ളൂ. വേറെ ഓപ്ഷനൊന്നുമില്ല. അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ കളിക്കാൻ പോകണം. എൻ്റെ ഫാദറും അത്യാവശ്യം വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പം വീട്ടിൽ ഈ മനഃശാസ്ത്രം എന്ന് പറഞ്ഞ മാഗസിൻ എല്ലാ മാസവും മേടിക്കും. 1984 അന്ന് ഞാൻ 7 വയസ്സേ ഉള്ളൂ. എനിക്ക് 3ാം ക്ലാസ്സിലാണ് പഠിക്കുക. സാധാരണ കേസിൽ ആളുകൾക്കിങ്ങനെ പൂമ്പാറ്റ, ബാലരമയൊക്കെ വായിച്ചിറങ്ങുന്ന സമയമാണ്. അതെല്ലാം വായിച്ചു കഴിഞ്ഞു. അതൊക്കെ വീട്ടിൽ മേടിക്കാറുണ്ട്. അപ്പം ഇത് വായിച്ചിട്ട് അപ്പം അതിൻ്റെ അകത്ത് രേഖ ചെയ്തിട്ടുണ്ട്, നീല ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതായത് സ്വഭാവം, വെള്ള ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സ്വഭാവം, കളറിനെ ബേസ് ചെയ്തുകൊണ്ട്. പക്ഷെ നമ്മൾ പോയിട്ട് മറ്റുള്ളവർ ചോദിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണ്? ഓക്കെ, ഇതാണ് നിങ്ങളുടെ യെല്ലോ ആണെങ്കിൽ ഇതല്ല നിങ്ങളുടെ സ്വഭാവം എന്ന് പറയും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അന്ന് കേൾക്കുന്ന ആൾക്ക് മുന്നിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഇതറിയാനും കേൾക്കാനും വേണ്ടി. അപ്പോൾ ഇതെന്തോ വലിയ സംഭവമാണല്ലോ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നി. പിന്നെ അത് വായന ഒന്നുകൂടി പ്രോത്സാഹിപ്പിച്ചു. അത് വീണ്ടും അത്രയും കാര്യങ്ങൾ വായിക്കാൻ ഒരു ഉള്ളിലൊരു ഇൻസ്പിറേഷൻ കിട്ടി. കുറേ വായിക്കുകയായിരുന്നു. പിന്നെ വായിച്ച് നല്ലൊരു ഭാഗം ഈ സബ്ജക്റ്റായിട്ട് കണക്ട് ചെയ്ത സംഭവങ്ങൾ എൻ്റെ മുന്നിലെത്തപ്പെട്ടു. വീണ്ടും വായിച്ചു. അപ്പോൾ അവിടെ മുതൽ നമ്മുടെ ആഗ്രഹങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഒരു പരിധി വരെ ഒരു പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയം വരെ എൻ്റെ ആഗ്രഹം കളർ കൺസൾട്ടൻ്റ് ആവണമെന്നായിരുന്നു. അത് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇപ്പോൾ ഒരു വാളിൽ പെയിൻ്റ് അടിക്കുന്നത് മാത്രമല്ല, ഫ്ലോറിലിട്ട് ടൈലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ കളർ കൺസൾട്ടൻ്റ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിൻ്റെ ഉള്ളിൽ ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ടെന്ന് തോന്നി. പക്ഷെ അന്നേരം ഒന്നും എനിക്ക് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇൻറ്റീരിയറിങ്ങിൻ്റെ കോഴ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ഈ വായനയും റീഡിങ് ഈ ഒരു ലൈൻ തന്നെ ആയതുകൊണ്ട് സ്ലോലി ഞാൻ ഇൻറ്റീരിയർ ഡിസൈൻ എന്ന
അത് കോഴ്സ് പഠിക്കാൻ അങ്ങോട്ട് എത്തിപ്പെട്ടു. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ ഡെസ്റ്റിനിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാണ്. ശരിക്കും അതൊരു ഇൻസ്പയർ ചെയ്ത് നമ്മുടെ ഫാദറാണെന്ന് പറയുമ്പോൾ റീഡിങ്ങിലായിരിക്കട്ടെ നമ്മുടെ ലൈഫിൽ. കാരണം ഒരു ഫാർമറായിരുന്നു ആ ഫാദർ, ജോസഫ് സാർ. അതെ. അപ്പോൾ ശരിക്കും താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളമാണ് അച്ഛൻ സ്വാധീനിച്ചിട്ടുള്ളത്? എൻ്റെ ഫാദറിന് കൂടുതലും പുള്ളി പോളിസി സത്യസന്ധമായിട്ട് ജീവിക്കുക എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ പപ്പ ധാരാളം വായിക്കുമായിരുന്നു. പക്ഷെ അന്നത്തെ കാലം എങ്കിലും ഞാനും കുറേ വായിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുന്ന മെസ്സേജ് സത്യസന്ധമായിട്ട് ജീവിക്കുക പറ്റിക്കരുത്. അത് തന്നെയാണ് ഫാദറിൻ്റെ കിട്ടിയ ഏറ്റവും വലിയ മെസ്സേജ്. അത് ലൈഫിൽ ഉടനീളം നമ്മൾ കൊണ്ടുപോവുകയാണ്. അതാണ് ഏറ്റവും വലിയ സക്സസിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. അത് തന്നെയാണ്. ശരിക്കും നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. ഇന്ന് നമ്മൾ അതിലേക്ക് വരുമ്പോൾ തൊട്ട് കാരണം ഒരു കളർ മാച്ചിങ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഡിസൈനിങ് രംഗത്ത് ഏറ്റവും പ്രധാനം അതാണ്. നമ്മുടെ കണ്ണുകൾക്ക് ഏറ്റവും കൂടുതൽ ഒരാൾ കാണുമ്പോൾ ഇത്രയും മനോഹരമായിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നതിൽ ആ കളർ മാച്ചിങ് ആണ് പ്രധാനം. അത് നമുക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയും അത് നമുക്ക് കിട്ടുന്ന കംഫോർട്ട്, പിന്നെ നമുക്ക് കണ്ണിനും മനസ്സിനും കിട്ടുന്ന ഒരു സുഖം, രണ്ടും ഒന്ന് ചേർന്നാൽ മാത്രമേ അത് നന്നായിരിക്കുകയുള്ളൂ. ഒരു വീട് അല്ലെങ്കിൽ ഏത് ബിൽഡിംഗ് ആണെങ്കിൽ പോലും പ്രാക്ടിക്കാലിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കണ്ണിന് കിട്ടുന്ന ആ ഒരു കംഫോർട്ട്. ബ്യൂട്ടി നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. പക്ഷേ ബ്യൂട്ടിയും എൻ്റെ പ്രാക്ടിക്കാലിറ്റിയും ഒരുപോലെ ഒത്തുചേർന്നാലേ ആ പ്രൊജക്റ്റ് നന്നാവും. ശരിക്കും നമ്മൾ ഇത് കഴിഞ്ഞു, ഇൻറ്റീരിയർ ഡിസൈനിങ് കഴിഞ്ഞിട്ട് നമ്മൾ ജോബി നേരെ പോകുന്നത് വേറെ ഫേമിലേക്കാണ് ആദ്യം പോകുന്നത്. ഞാൻ ആദ്യം കോഴ്സ് കഴിഞ്ഞിട്ട് എറണാകുളത്ത് നന്ദകുമാർ എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു. പുള്ളി ഫർണിച്ചറുകളൊക്കെ ചെയ്യുന്ന ഉഡ്പെക്കർ എന്നായിരുന്ന കമ്പനിയെ പേര് ഇന്നില്ല. ഞാൻ കുറച്ച് നാൾ കാര്യങ്ങൾ ബേസിക് പഠിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒരു 6 മാസം ഞാൻ അവിടെ വർക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഫ്രീ ആയിട്ട് ഇൻറ്റേൺഷിപ്പ് പോലെ ഞാൻ അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചെറിയ വേറൊരു കമ്പനിയിൽ ഇന്ത്യൻ ഡിസൈൻ അപ്ലൈ ചെയ്ത് എനിക്ക് അവിടെ കിട്ടി. അപ്പം അവിടെ ചെന്നിട്ട് ഒരു ചെറിയ സാറിന് എന്നെ ഒരു ഷൗട്ട് ചെയ്യേണ്ട ഒരു കേസ് വന്ന് ഞാൻ അബദ്ധം കാണിച്ചു. അപ്പം അവിടെ നിന്ന് ഇറങ്ങി ആ ബുദ്ധിമുട്ടുകൊണ്ട് നടക്കുമ്പോഴാണ് ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോഴാണ് മാർട്ടിൻ സെറ എന്ന കമ്പനി ആർക്കിടെക്ട് ഫേം കാണുന്നത്. അപ്പം കൂടുതലൊന്നും ആലോചിക്കാതെ നേരെ അങ്ങോട്ട് വാക്കിങ് ചെയ്തു. അപ്പം അവിടെ ചെന്നപ്പം ചോദിച്ചു, നീ എൻ്റെ റെസ്യൂം കാണിക്കാൻ പറ്റും? എൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഇവിടുന്ന് വന്നവരുമായിരുന്നു. അപ്പം മാത്യു സാർ ചോദിച്ചു, ജോബി എന്ത് പറ്റി, വാട്ട് ഹാപ്പൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ അവിടെ പോയി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഞാൻ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്തത്. അപ്പോൾ മാത്യു സാർ ചോദിച്ചു, ജോബി നീ ചെയ്ത് ശരിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരിയല്ല. അപ്പോൾ ചോദിച്ചു, നീ എന്തിനാ അങ്ങനെ ചെയ്തത്? ഞാൻ പറഞ്ഞു സംഭവിച്ചു പോയി, പറ്റിപ്പോയി, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് എന്നെ ആ അപ്രോച്ചും എൻ്റെ മൊത്തം സംസാരം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, സാറിന് ഇഷ്ടപ്പെട്ടു. അപ്പം സാറ് പറഞ്ഞു, നീ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ ജോയിൻ ചെയ്തു. അപ്പം ഞാൻ ഒരു ദിവസം രാവിലെയാണ് ഒരു 11 മണിയോട് കൂടിയാണ് ഞാൻ അവിടെ കമ്പനി ചെല്ലുന്നത്. അപ്പം ഒരു സാറൊരു 2 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പം സാറ് പറഞ്ഞു, എനിക്ക് വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ട്, എനിക്ക് ഒരു ബ്രോഷർ എനിക്ക് വേണം, പോകുമ്പോൾ കൊണ്ടുപോകണം, ക്ലയൻറ്റെ കാണിക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ബ്രോഷർ എടുത്തു കൊടുത്തു. ബാക്കിയുള്ള എല്ലാവരും പോയി, സാറ് പോയി. അപ്പം തിരിച്ച് സാറ് വന്നപ്പോഴത്തേക്കും ആ ബുക്ക് ഷെൽഫിൽ അവിടെ ഇരുന്ന കാറ്റലോഗിലെടുത്ത് ടേബിളിൻ്റെ മേലെ എടുത്ത് വെച്ചിരിക്കുക, അത് റിസപ്ഷൻ്റെ മേലെ നിരത്തി വെച്ചിരിക്കുക. പുള്ളി പെട്ടെന്ന് ദേഷ്യം വന്നു, ഓഫീസ് മെസ്സാക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്താ ചെയ്യണം? ഞാൻ പറഞ്ഞു, സാറേ ഇത് തപ്പിയെടുക്കാൻ കുറേ കഷ്ടപ്പെട്ടു, എന്നാൽ ഞാനിത് ഓർഗനൈസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം സാറിന് ഇഷ്ടപ്പെട്ടില്ല, എങ്കിലൊന്നും മിണ്ടിയില്ല. പക്ഷേ 2-3 ദിവസം കൊണ്ട് ഒരാഴ്ച സമയം എടുത്തു. ഞാൻ എല്ലാം ഇൻഡെക്സ് ഉണ്ടാക്കി കറക്റ്റായിട്ട് ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു ദിവസം തൊട്ടാണ് ഞാൻ ശരിക്കും ഇന്ത്യൻ ഡിസൈൻ പഠിക്കാൻ തുടങ്ങിയത്. ആ ഓർഡറിങ് ആണ് ആ ഡിസൈനിങ്ങിൻ്റെ അല്ല ഒരു ആർട്ട് പോലെ നമ്മളവിടെ സെറ്റ് ചെയ്തത്. തന്നെയല്ല, നമ്മൾ ഇത്രയും ബ്രോഷർ വായിക്കാതെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഫ്രഷർ മാത്രമാണ്. അതെ അതെ. അപ്പോൾ എന്തൊക്കെയാണ് അത്രയും സാധാരണ ഒരാൾ ചെയ്യാൻ തയ്യാറുള്ള പണിയല്ല ഈ ഓർഗനൈസ് ചെയ്യാൻ തോന്നി, കാരണം ഇത്രയും മെനക്കെട്ട പണിയാണ്. അപ്പോൾ അത്രയും അറേഞ്ച് ചെയ്തപ്പോൾ സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് അദ്ദേഹം കിട്ടുന്ന സമയത്തല്ല എന്നെ ക്യാബിനിലേക്ക് വിളിക്കും, ഓരോ കാര്യങ്ങൾ. വലിയ ലെസൺ ആയിരുന്നു അല്ലേ, നമ്മുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയാം.
ടേണിംഗ് പോയിന്റ് ആയി. അവിടെ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാത്യു സാറിൻ്റെ നിന്ന് പഠിക്കാൻ കഴിയും. മാത്യു ഓരോ വർഷം ക്യാബിന് വിളിക്കുകയെന്ന് കിട്ടുന്ന സമയത്തെല്ലാം ക്ലയൻറ്റ് മീറ്റിങ്ങിലും എന്നെ വിളിച്ച് അടുത്തിരുത്തുമായിരുന്നു. അദ്ദേഹം കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. ശരിക്കും മാത്യു സാറാണ് എന്നെ ഇൻട്രൊഡ്യൂസർ ആക്കിയെന്ന് പറയാം. അവിടെ നിന്ന് 2006 ഒരു പലായനം ബാംഗ്ലൂരിലേക്ക്. ബാംഗ്ലൂർ ഒരു ബൂമിങ് സമയമായിരുന്നു, അന്ന് IT സെക്ടറും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയം. അതെ, അപ്പോൾ തീർച്ചയായും ബാംഗ്ലൂരിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നല്ലെങ്കിൽ നമുക്കവിടെ ചെല്ലണം എന്ന് തോന്നിയതിൻ്റെ പ്രധാന റീസൺ എന്തായിരുന്നു? നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ബാംഗ്ലൂർ, ഇപ്പോൾ നമ്മൾ ആൾക്ക് ദുബായ് അല്ലെങ്കിൽ UK പോകുമ്പോൾ അല്ലെ ഒരു വലിയ സിറ്റി, നമ്മൾ ഇതിൽ അതിന് മുമ്പ് എക്സ്കർഷൻ ടൂറുമായിട്ട് മാത്രം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുക, അവിടുത്തെ ആ കൾച്ചർ ജീവിക്കുക, വലിയ പ്രൊജക്റ്റുകൾ ചെയ്യുക, ഇംഗ്ലീഷ് സംസാരിക്കുക. നമ്മൾ സ്കൂളിൽ പോയി ഇംഗ്ലീഷ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കുറേ സ്വപ്നങ്ങളായിട്ട് വന്നു. ഇതൊക്കെ ഒരു 20 കൊല്ലം മുന്നേ സംഭവിച്ച കാര്യങ്ങളാണ്. അതെ അതെ, ഇവിടെ വരാനും നമുക്കിവിടെ നമ്മുടെ കഴിവുകളെ പ്രകടിപ്പിക്കാനുമുള്ള ഒരു അവസരം ദൈവം തമ്പുരാൻ തന്നു എന്നുള്ളതാണ് കാരണം. അങ്ങനെ പറയാം. ഒരുപാട് പ്രോജക്റ്റുകൾക്ക് ഇവിടെ ബാംഗ്ലൂരിലെ പ്രോജക്റ്റുകൾക്ക് ലീഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് എടുത്തു പറയാൻ പറ്റുന്ന പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ? ഞാനൊരു 2010 ശേഷമാണ്, 10 കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്നത്. അത് പിന്നെ മാരിറ്റ്, ഹിൽട്ടൺ, മൈക്രോസോഫ്റ്റ്, ഇൻഫോസിസ്, ബോഷ്, ഇങ്ങനെ കുറേ വലിയ പ്രൊജക്റ്റുകൾ ചെയ്തു. പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും ഇൻസ്പയർ ആയ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ബോഷിൻ്റെ പ്രൊജക്റ്റാണ്. ആ ബോഷിൻ്റെ പ്രൊജക്റ്റ് ഞാൻ ചെയ്യുന്നത് തോമസ് അസോസിയേറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, മലയാളി ആർക്കിടെക്റ്റ് തന്നെയാണ്. പക്ഷേ ആ ചെയ്യുന്ന സമയത്ത് ജർമ്മൻ എൻജിനീയേഴ്സുമായിട്ട് ഒത്തിരി ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. കാരണം ബോഷ് ഒരു ടെക്നോളജി, ഒരു ടൂൾസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്, കാരണം അവർക്ക് ഒരു എക്യുപ്മെൻറ്റ്സും ഫാൻസി അല്ല. അവരതിനെ കാണുന്ന എത്തിക്സ്, ക്ലയൻറ്റ് സാറ്റിസ്ഫാക്ഷൻ, ഇത്തരം കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതേ ക്വാളിറ്റി തന്നെ അവർക്ക് സീറ്റിങ്ങിലും അവർക്ക് ക്യാൻറ്റീനിലും അവർക്ക് എല്ലായിടത്തും അതേ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. അതെ, അതാണ് ഏറ്റവും, കാരണം നമ്മളൊരു കസ്റ്റമറെ നമുക്ക് കാണുമ്പോൾ തന്നെ, കാരണം നമുക്ക് അവരുടെ ആ ഒരു ടേസ്റ്റ് ഓഫ് ഏത് ആംഗിളിലാണെന്നുള്ളത് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ അത് നമ്മളെ വിഷയങ്ങൾ വേറെ ആയിരിക്കും. പക്ഷേ അറ്റ് ലാസ്റ്റ് നമുക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആയിരിക്കും നമുക്ക് കൊടുക്കാൻ കഴിയുക. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമ്മുടെ നാടുകളിലെ ആളുകൾ വീട് ചെയ്യുമ്പം പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്ന തൊട്ടടുത്തുള്ള വീട് കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അനിയൻ്റെ വീട്, ചേട്ടൻ്റെ വീട്, അപ്പൻ്റെ, ഇങ്ങനെ പല ഉള്ളിൽ കുറേ ഇമോഷൻസ്, ഈഗോസ് ഉണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ബഡ്ജറ്റുകളൊക്കെ കൈവിട്ടു പോകും. അപ്പോൾ നമുക്ക് ശരിക്കും വീട് ചെയ്യേണ്ടത്, നമുക്ക് വീട് ആസ്വദിക്കാൻ പറ്റണം. നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റാത്ത ഫുഡ് നമുക്ക് എത്ര നേരം കഴിക്കാൻ പറ്റും? നമുക്ക് ട്രാവൽ ചെയ്യുക, ഒരു ദിവസം കഴിക്കാം, അല്ലെങ്കിൽ 2 ദിവസം കഴിക്കാം. പക്ഷെ ദിവസം മൊത്തം കഴിക്കാൻ നമുക്കാകുമോ? ഒരു ആയുസ് മൊത്തം ജീവിക്കേണ്ട വീട്, ആ വീട് നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റിയില്ലെങ്കിലാ, നമുക്കൊരു പാർട്ണർ കിട്ടും, ആ പാർട്ണർ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റിയില്ലെങ്കിലാ എന്ന് പറയുമ്പോൾ ഒരു ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗം നല്ല വീട് എന്നുള്ളതാണ്. പക്ഷെ ബഡ്ജറ്റ് വലിയ കാര്യമല്ല. പക്ഷേ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ രണ്ടുമല്ല, ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന മനോഹരമായ വീട്, പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റണം, കഴിയണം. അതാണ് അതിൽ എല്ലാ ഭാഗങ്ങളും കൂടെ ചേർത്താണ് നമുക്ക് കൊടുക്കാൻ കഴിയുമ്പോഴാണ് അത് പൂർണ്ണതയിലെത്തുന്നത്. അതെ, ആ പൂർണ്ണത നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്കെപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ മണിയേക്കാൾ ഏറെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം ഇപ്പം ഞാൻ എയർപോർട്ടിൽ പോയിരിക്കണം, അപ്പം എനിക്ക് പുറയുന്ന ആരാണ് എന്നെ ചീത്ത വിളിക്കുക, നീ ആ പൈസ മേടിച്ചുകൊണ്ട് പോയിട്ട് എൻ്റെ വീട് നശിപ്പിച്ചല്ലോ എന്നുള്ള പേടിയോടെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് ഇരിക്കാമല്ലോ. നാളെ എൻ്റെ ക്ലയൻറ്റിനെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോയി ഷെയ്ക്കാൻ്റെ കൊടുക്കാമല്ലോ. അതുപോലെ ഏറ്റവും കൂടുതൽ വായന ഉള്ള ഒരാളാണ് താങ്കൾ പറഞ്ഞു, ചെറുപ്പകാലം മുതൽ വായന. അതോടൊപ്പം തന്നെ യാത്രകളുണ്ട്. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്യുമ്പോഴാണ്, കാരണം യാത്രകളിൽ കൂടെ നമുക്ക് ഒരുപാട് പഠിക്കാൻ കഴിയും. ലോകരാജ്യങ്ങളിൽ അവരുണ്ടാക്കുന്ന അവരുടെ, ഇപ്പോൾ നേരത്തെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്, പലപ്പോഴും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ആശയങ്ങളെയും. അപ്പോൾ അത് എത്രത്തോളം താങ്കളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്, യാത്രകളും ഈ വായനകൾ താങ്കൾ നേരത്തെ പറഞ്ഞുവെങ്കിലും ഇത് നമ്മുടെ പ്രൊഫഷനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നമുക്ക് യാത്രകൾ നമ്മൾ ധാരാളം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർ നമ്മളെക്കാളും നന്നായി ചെയ്യുന്ന ആളുകളുടെ വർക്ക് കാണുമ്പോഴാണ് നമുക്ക് അത് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുക.
നമ്മൾ കാണുമ്പോൾ നമുക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്കിത് വേണമെന്ന് തോന്നും. നമുക്കല്ലെങ്കിൽ പിക്ചർ അല്ലെങ്കിൽ ഒരു മൊബൈലിൽ കണ്ടു TV സ്ക്രീനിൽ കണ്ടു നമുക്ക് അത്രയും നമുക്ക് ആഗ്രഹം തോന്നുന്നില്ല. പക്ഷെ നമ്മളെ യാത്രകൾ നമ്മൾ ഒത്തിരി സ്വാധീനിക്കും. നമ്മളെക്കാളും നന്നായി ജീവിക്കുന്ന സമൂഹം, ഡിസിപ്ലിനുള്ള സമൂഹം. അപ്പം ഞാൻ നേരത്തെ ഓസ്ട്രേലിയയിൽ ഒരു സഞ്ചരിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഞാൻ താമസിച്ച ഒരു സ്ഥലം പെട്ടെന്ന് പേര് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അവിടെ ഒരു ലേക്കുണ്ട്. ആ ലേക്കിന് ചുറ്റും അവിടെ ഒരു ഇല എക്സ്ട്രാ കിടക്കാൻ അവിടെ ചുറ്റുള്ള ആളുകൾ സമ്മതിക്കില്ല. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന അവിടുത്തെ ആളുകൾ തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റീസ് ആളുകളുണ്ട്. പക്ഷേ നമുക്ക് തന്നെ തോന്നുന്നത് നമ്മുടെ സ്ഥലമാണ്, നമ്മുടെ വീടാണ്. എപ്പം നമുക്ക് തന്നെ അത് നമ്മൾ കാണുമ്പോൾ നമ്മളെ ഇൻസ്പയർ ചെയ്യും. അതെ. കാരണം ഈ വിദേശ രാജ്യങ്ങൾ നമ്മൾ യാത്ര ചെയ്യും. കാരണം എന്ന് വെച്ചാൽ എസ്പെഷ്യലി ദുബായിലേക്ക് ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ലൈറ്റിങ്ങും കൂടെ പ്രത്യേകിച്ചുണ്ടെന്നുള്ളതാണ്. അതെ, ഒരു രാത്രികളിലുള്ള ആ ഒരു ആസ്വദിക്കാൻ പറ്റുന്നതാണ് ആ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു ഇൻറ്റീരിയറിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളമാണ്, അത് നമുക്ക് എങ്ങനെയാണത് നമുക്കൊരു നേരത്തെ പറഞ്ഞ് ആസ്വദിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഭംഗിയുള്ളതാക്കുക, നമ്മുടെ കണ്ണുകൾക്ക് കുളിർമയുള്ളതാക്കുക, അത് ആ ലൈറ്റിങ്ങിന് എത്രത്തോളം ചാൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും? നമുക്ക് ഇൻറ്റീരിയറിൽ വരുമ്പോൾ ലൈറ്റിങ്, കളർ, ഇതെല്ലാം ഈ മ്യൂസിക്കിൻ്റെ ഒരു രാഗങ്ങൾ പോലെയാണ്. അതിൽ കോറിലേഷൻ വേണം, കോർഹെൻഡ് വേണം. ഒരു മ്യൂസിക് നമ്മൾ എങ്ങനെയാണ് ആസ്വദിക്കുന്നത് അതുപോലെ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യണം. ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഒരു താളമാണ് നമ്മൾ റിതം. ആ റിതമാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ റിതം കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ നല്ല രസകരമായിരിക്കും. അതാണ് നമ്മളുടെ ആ ആസ്വാദനത്തിൻ്റെ നമ്മുടെ ഈ ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്ന ആർട്ടിലിരിക്കുന്ന ഒരു അവിടെയാണ് അത് ആർട്ടായിട്ട് അങ്ങനെ വന്നാലേ ആർട്ട് ആകുള്ളൂ എന്നുള്ളത്. പലപ്പോഴും നമ്മൾ കാണാം ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. മറ്റുള്ള നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ പലതിൽ നിന്നും പലതിലേക്ക് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രവണത പൊതുവെ ഈ ഡിസൈനിങ് മേഖലകളിൽ കാണുന്നുണ്ട് നമുക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? ഇമിറ്റേറ്റ് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ്. ഇപ്പോൾ ഡിസൈനിൽ വരുമ്പോൾ കോപ്പി ചെയ്യാം, പക്ഷേ കോപ്പി ചെയ്യുന്നത് അതിൻ്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കിയ ശേഷം. ഇപ്പം എനിക്ക് ഒരു ബെഡ്റൂം ചെയ്യണം, ആ ബെഡ്റൂം അതുപോലെ ഒരു പിക്ചർ വേറൊരു സ്ഥലത്ത് ഞാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ കോൺസെപ്റ്റ് എനിക്കിവിടെ അപ്ലൈ ചെയ്യാം. ശരിക്കും ഞാൻ കട്ടിലും ഡിസൈൻ അതുപോലെ അപ്ലൈ ചെയ്ത് കഴിയുമ്പം ചിലപ്പോൾ അവിടെ ആ വിൻഡോ, ചിലപ്പോൾ ആ ഹെഡ് ബോർഡിനവിടെ വിൻഡോ ഉണ്ടാവും. അതൊരു കലാത്മകമായിട്ട് ചെയ്യണം. ഇപ്പോൾ കേരളം നമുക്ക് ബാംഗ്ലൂർ മാത്രം എടുക്കണേ, ഒരു ക്ലൈമറ്റ് വൈസ് വെച്ചു ഡിഫറെൻ്റാണ് രണ്ട് പ്ലേസ് എന്ന് പറയും. അപ്പോൾ അത് നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ ക്ലൈമറ്റ് ഒരു പാർട്ടാണോ? തീർച്ചയായിട്ടും. കാരണം കേരളത്തിലെ ആളുകൾ ഇപ്പോഴും ഈ ചെയ്യണ റൂഫിങ്, സ്ലോപ്പ് റൂഫിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പണ്ട് നമ്മൾ വീടുകൾ ചെയ്യുമ്പോൾ മേലെ വെന്റിലേഷൻ കൊടുക്കും. നമ്മുടെ നാട്ടിൽ വീടുകൾ ചെയ്യുമ്പോൾ ആളുകൾ ഗ്രാനൈറ്റ്, മാർബിളൊക്കെ ഇടും. ഇതെല്ലാം പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കേരളത്തിലെ കാലാവസ്ഥ ഒരിക്കലും ചെയ്ത് കൂടാത്ത സംഭവമാണ് മാർബിൾ. അത് 100% ആരോഗ്യത്തിന് ദോഷം ഉണ്ടാക്കും. 100%. പലതും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ അത് ആപ്ലിക്കേഷൻ കറക്റ്റ് മനസ്സിലാവാതെയാണ്. പക്ഷെ ഒരു കൊമേഴ്ഷ്യൽ സ്പേസിലാണെങ്കിൽ ഇത് ബെസ്റ്റ് ചോയ്സാണ്. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡും കൂടിയാണത്. നമ്മൾ ഒരു വീടിൽ എന്ത് ചെയ്താലും അത് ആരാണ് അവിടെ ഉപയോഗിക്കണതെന്ന് നമുക്ക് കൃത്യം മനസ്സിലാക്കാൻ പറ്റണം. എങ്ങനെ ഉപയോഗിക്കണം. ഇപ്പോൾ ഒരു കിച്ചൺ ചില വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കിച്ചണിൽ ഇറ്റാലിയൻ മാർബിൾ കൊണ്ടിടും. ഇറ്റാലിയൻ മാർബിൾ വളരെ സോഫ്റ്റാണ്. ഇന്ത്യയിൽ കിട്ടുന്ന മാർബിളേക്കാളും സോഫ്റ്റാണ് ഇറ്റാലിയൻ മാർബിൾ. ചില അപകടങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല എന്നുള്ളത്. ഈ കിച്ചൻ്റെ കാര്യം തന്നെ ഇപ്പോൾ ഓരോ കാലഘട്ടത്തിൽ പെട്ടെന്ന് മാറുന്ന ഒരു മേഖലയാണ് കിച്ചൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ്, കാരണം ഒരു ഡിഫറൻസ്, ഒരു ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഡിഫറൻറ്റ് ഒപ്പീനിയൻസാണ്, സജഷൻസും ഉണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ ഒന്നിച്ച് ഒരു സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? അതൊരു ഡിസൈനറിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്ക് ഫാക്ടർ അല്ലേ, അത് ചലഞ്ചസ് അല്ലേ? ചലഞ്ചസ് എന്നെ സംബന്ധിച്ച് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. പക്ഷെ ചലഞ്ചസ് ആവണേ. പക്ഷെ ഞാൻ വളരെ സെലക്റ്റീവായിട്ട് പ്രൊജക്റ്റ് എടുക്കാത്ത ആളാണ്. ഇപ്പോൾ ഒരു കസ്റ്റമർ പറയുകയാണ് എനിക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ പലപ്പോഴും ചലഞ്ചസ് ആയിട്ട് മാറും. പക്ഷെ ഒരു കിച്ചൺ ചെയ്യുന്ന പലപ്പോഴും ആളുകൾ ബുക്ക് ചെയ്ത് ഇൻസ്പയർ ചെയ്തും അടുത്ത വീട്ടിലും കണ്ടാവും. നമുക്ക് ശരിക്കും കിച്ചൺ നമ്മുടെ പേഴ്സണലാണ്. നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസാണ്. ഈ ഇറ്റാലിയൻ കിച്ചൺ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റാലിയൻ കിച്ചൺ ഒരു മോഡൽ മാത്രമാണ്. ആ കിച്ചൺ നമ്മൾ ഉണ്ടാക്കണത് നമ്മുടെ ലൈഫിന് വേണ്ടിയാണ്. ഒരു സ്പേസ് കിട്ടുവാണെങ്കിൽ
ആ സ്പേസ് ഓർഗനൈസ് ചെയ്യുന്നുള്ളതാണ് ഡിസൈനറുടെ മെയിൻ ജോലി. അതിൻ്റെ ഗ്രാനൈറ്റ് ആണോ ക്വാർട്സ് സ്റ്റോൺ ആണോ അതൊക്കെ സെക്കൻഡറി ആണ്. പക്ഷെ ഈ ഒരു പ്രാക്ടിക്കാലിറ്റി നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ കിച്ചണിൽ നമുക്ക് ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായും. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ആളുകൾ, പുതിയ കുട്ടികൾ പലപ്പോഴും പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുന്നത്. കാണാൻ നല്ലതാണെന്ന് ഉള്ള കാരണത്താൽ അത് എല്ലായ്പ്പോഴും നമുക്ക് സ്വീകാര്യമാണെന്നില്ല. അതെ, അതുപോലെയാണ് എല്ലാ കാര്യത്തിലും. അതുപോലെ തന്നെ ഇൻറ്റീരിയറിൽ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട കാര്യം വാസ്തുവാണ്. പലപ്പോഴും വാസ്തു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണോ, അല്ല വാസ്തു അത് ഇംപ്ലിമെൻ്റ് ചെയ്യാറുണ്ടോ, ആ ഡിസൈനിങ് പാർട്ടിലേക്ക് അത് എങ്ങനെയാണ് അതിനെ ആ ഒരു കാഴ്ചപ്പാട് എന്താണ്? വാസ്തു എന്നുള്ളത് അത് സത്യമാണ്. പക്ഷേ ഇന്ന് 99% ആളുകൾ ചെയ്യുന്നത് ഫേക്കാണ്. മണി മാത്രം മതി. പക്ഷേ ഇതൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത് 4000-5000 കൊല്ലങ്ങൾക്ക് മുന്നേ. അന്ന് പലപ്പോഴും വേദിക്ക് വരമൊഴിയായിട്ട് പറഞ്ഞു പോവുക ചെയ്തിരിക്കുക, എഴുതപ്പെട്ടിട്ടില്ല. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അത് ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. പക്ഷെ അന്നത്തെ ആളുകൾക്ക് മനസ്സിലാക്കിയത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മനസ്സിലാക്കിയിരിക്കുന്നതാണ് എഴുതി വച്ചിരിക്കുന്നത്. അതിൻ്റെ സയൻസ് തിരിച്ചറിയാൻ ആരും ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇന്നത്തെ മോഡേൺ മെത്തേഡും അല്ലാതെയും ഫോളോ ചെയ്യാം. പക്ഷെ ഇത് ട്രഡീഷണൽ മെത്തേഡാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ആ ഒരു ട്രഡീഷണൽ മെത്തേഡും കൂടെ നമ്മൾ എപ്പോഴും ഡിസൈനിങ്ങിൽ ഉണ്ടാവാറുണ്ട്. അത് എൻ്റെ 100% ചെയ്യാറുണ്ട്. ഈ പണ്ടത്തെ വാസ്തു നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇന്നത്തെ സ്ട്രക്ചറിനല്ല, അന്നത്തെ സ്ട്രക്ചറിനാണ്. ആ മാറ്റങ്ങളും കൊണ്ടുവരണം. ആ ലോജിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ, ഇതിനെല്ലാം സയൻസ് ഉണ്ട്. പക്ഷെ വാസ്തു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ ഒരു സയൻറ്റിഫിക് ആയിട്ട് കണ്ട് അതിനെ അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് വിജയത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ഇതിലെല്ലാവരും നമുക്ക് ഇപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ടീം വർക്കുണ്ട്. അപ്പോൾ ആ ഒരു ടീം വർക്കാണ് താങ്കളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെ. അപ്പോൾ എത്രത്തോളമാണ് താങ്കളുടെ എംപ്ലോയീസും ആ ഒരു ടീം വർക്കും മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നത്? ടീം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം നമ്മൾ ഓരോ ഭാഗങ്ങളും ഒരു 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 പാറ്റേണിലാണ് മുന്നോട്ട് പോകുന്നത്. അതിനൊരു ഇൻറ്റൻ്റ് ഉണ്ട്. ശരീരം ആഗ്രഹിക്കുന്നു, മൈൻഡ് നമുക്ക് എന്തുവേണം പറയാം. അപ്പോൾ എന്ന് പറയുമ്പോൾ ഡിസൈനിൽ വരുമ്പം അവിടെ ഒരു കൃത്യമായ സ്ട്രക്ചർ ഉണ്ടാവണം. ക്ലയൻറ്റിൻ്റെ ആവശ്യം ഉണ്ടാവണം. ആവശ്യം കൃത്യമായ ഡോക്യുമെൻറ്റിലൂടെ ഡിസൈനിലൂടെ നമ്മൾ സ്ട്രക്ചർ ചെയ്യണം. അതാണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അംഗീകാരങ്ങൾ, നമുക്ക് അർഹതയ്ക്കുള്ള അംഗീകാരം കിട്ടുമ്പോൾ നമുക്ക് തീർച്ചയായും നമ്മുടെ പ്രൊഫഷനോട് നമുക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി വരും എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് അംഗീകാരങ്ങൾ താങ്കളെ തേടി വന്നിട്ടുണ്ട്. ഒന്ന് വിശദീകരിക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നതും എൻ്റെ ഒരു പ്രൊജക്റ്റ് കഴിയുമ്പം, അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പം തിരിച്ച് വീട്ടിൽ ഞാൻ ചെല്ലുവാണെങ്കിൽ എന്നെ ഹാർദമായി സ്വീകരിക്കുന്നതാണ്. അതാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് ഡ്രീം. 6 മാസം അല്ല 6 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷെ കുറേ അവാർഡ്സുകൾ കിട്ടിയിട്ടുണ്ട്. റീസെൻ്റ് കിട്ടിയ അവാർഡ് ബെസ്റ്റ് പ്രോമിസിങ് ഇൻറ്റീരിയർ ഡിസൈൻ, അത് സ്വീകരിച്ചത് ബ്രിട്ടീഷ് പാർലമെൻറ്റിലായിരുന്നു. തന്നത് പോൾ കോൾ, അവിടുത്തെ ഒരു മിനിസ്റ്ററായാണ്. പക്ഷേ എന്നെ ഇത്രയും അവാർഡുകൾ എന്നെ അങ്ങനെ ഇൻസ്പയർ ചെയ്യാറില്ല. എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എൻ്റെ കസ്റ്റമേഴ്സ് തന്നെയാണ്. തീർച്ചയായും. നമ്മൾ നേരത്തെ പറഞ്ഞു അച്ഛൻ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് വായനയിൽ. പിന്നെ നമ്മളെ സത്യസന്ധതയും ഓണസ്റ്റി എവിടെയൊക്കെ പ്രകടിപ്പിക്കണം ലൈഫ് ത്രൂ ഔട്ട്, അത് അച്ഛനാണ് നമ്മളെ പഠിപ്പിച്ചു തന്നത്. അമ്മ എത്രത്തോളമാണ് താങ്കളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത്? അമ്മ ഇപ്പം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അമ്മ സാധാരണ കൃഷിക്കാരൊക്കെ ചെയ്യുമ്പം രാവിലെ തൊട്ട് വൈകുന്നേരം ജോലി ചെയ്യും. അമ്മ പഠിപ്പിച്ചെങ്കിലും കൂടി കാണിച്ചു തന്നിട്ടുള്ളൂ. അമ്മയുടെ അങ്ങനെയാണ് എനിക്കതിൽ നിന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ അഡ്വൈസുകൾ അധികമൊന്നും കിട്ടിയാൽ എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ആ കുട്ടിക്കാലത്ത് കാണുന്നതും മനസ്സിലാക്കുന്നതും അത് തന്നെയാണ് നമ്മുടെ ലൈഫിലേക്ക് നല്ല സ്വീകരിക്കാൻ പറ്റും. നമുക്ക് ചുറ്റും ധാരാളം സംഭവിക്കും. നല്ലതിനെ മാത്രം ചൂസ് ചെയ്യുക, നല്ലതിനെ മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക, അത് തന്നെയാണ് വിജയം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുക. വിവാഹം കഴിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? എൻ്റെ വൈഫ് ഉപ്പുതോടാണ്, ഇടുക്കി ഡിസ്ട്രിക്റ്റ്. വൈഫിൻ്റെ പേര് സീന ഫ്രാൻസിസ്. കുട്ടികൾ? 2 കുട്ടികൾ. മൂത്ത ആൾ ആർക്കിടെക്ചർ സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞ് എക്സാം പോയി നടന്നുകൊണ്ടിരിക്കുന്നു. പേര് ആഗ്നൽ സാബിയോ ജോബി. ചെറിയ ആൾ ഫ്രാങ്ക് ആഞ്ചലോ ജോബി 10th സ്റ്റാൻഡേർഡിലാണ്. സന്തോഷമായ ഒരു കുടുംബ ജീവിതവും
താങ്കളുടെ ജീവിതത്തിൻ്റെ താങ്കളുടെ പ്രൊഫഷൻ വിജയിക്കുവാൻ സഹായിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും. എത്രത്തോളമാണത്? 100%. 100%. അപ്പോൾ ഫാമിലിയോട് നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സമയമെല്ലാം കിട്ടുന്നുണ്ടോ? ഞാൻ ഇത്തിരി കൂടുതൽ വർക്കോളിക്കാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. പക്ഷെ അവർക്ക് ഹാപ്പിയാണ്. പക്ഷെ നമ്മളുള്ള സമയത്ത് നമ്മൾ മാക്സിമം സമയം മാക്സിമം അവരോടൊപ്പം ചെലവഴിക്കാൻ സാറ്റിസ്ഫൈഡ് ആണ്. അവരോടൊപ്പം യാത്ര ചെയ്യാനും സമയം കണ്ടെത്താറുണ്ട്. എല്ലാത്തിനും സമയം കണ്ടെത്തുന്നു. അപ്പോൾ ഒരു നല്ല ഫാമിലി പേഴ്സണും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കുടുംബനാഥനും കൂടി ആയാൽ മാത്രമേ നല്ല നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ വിജയിക്കാനും സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും. കഴിഞ്ഞുപോയി 26 വർഷത്തെ ഈ ഒരു ലൈഫ് കരിയർ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വാട്ട് യു ഫീൽ? ഐ ഫീൽ സോ പ്രൗഡ്. നോ റിഗ്രറ്റ് അറ്റ് ഓൾ? നോ, നെവർ. മൂവാറ്റുപുഴ വാഴക്കുളമാണ് പൈനാപ്പിളിൻ്റെ നാടാണ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകാറുണ്ട്. പൈനാപ്പിൾ കഴിക്കാറുണ്ട്. നല്ല സ്വീറ്റ് ആണ് വാഴക്കുളം പൈനാപ്പിളിന്. ജീവിതം അതുപോലെ വലിയ മധുരമാണ്. ജീവിതം മധുരമാണ്. സഫലമീ യാത്ര എന്ന് പറയുന്നത്. ഇനി മുന്നോട്ട് ഒരുപാട് സഫലമാകട്ടെ യാത്രകൾ. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. വളരെ സന്തോഷം തിരക്കേറിയ ഈ സമയത്തും ഇങ്ങനെ ഒരു അഭിമുഖം അനുഭവിച്ചു തന്നതിൽ. താങ്ക് യു. വളരെ സന്തോഷം. അതുപോലെ അങ്ങയുടെ കൂടെയുള്ള ഓരോ ചോദ്യങ്ങളും എന്നെ ചിന്തിപ്പിക്കുന്നതായിരുന്നു. ചില കാര്യങ്ങൾ ഞാനും കുറേ മാറേണ്ടെന്ന് എന്നെക്കൊണ്ട് ചിന്തിപ്പിച്ച കുറേ ക്വസ്റ്റ്യൻസാണ് അങ്ങ് ചോദിച്ചതും. വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ് വൺസ് അഗൈൻ. താങ്ക് യു സോ മച്ച്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ജോബി ജോസഫ് എന്ന ഒരു സാധാരണക്കാരനിലൂടെ കുറേ നേരം നമ്മൾ യാത്ര ചെയ്തു. ആ യാത്രയിൽ അദ്ദേഹം പറഞ്ഞ പോലെ നമുക്ക് പൈസ ഉണ്ടാക്കാം. പൈസ എന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അത് സാധിക്കും, അതിനെ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന്. പക്ഷെ അതിനേക്കാൾ മോർ എവർ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ വാല്യൂസാണ്. ആ പ്രൊഫഷണലിസം, അത് നമ്മൾ എങ്ങനെയാണ് അതിനെ സാധിക്കുക എന്നുള്ളതിലാണ് നമുക്ക് വിജയിക്കാൻ കഴിയുക എന്നുള്ളത്. തീർച്ചയായും മിസ്റ്റർ ജോബി ജോസഫ് നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന ആ പാഠപുസ്തകം നമ്മുടെ ജീവിതത്തിലും ഇംപ്ലിമെൻ്റ് ചെയ്താൽ നമുക്കും വിജയിക്കാൻ കഴിയും. തീർച്ചയായും അത് വിജയിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും അദ്ദേഹത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങൾക്കും മുന്നോട്ട് പോകുവാൻ, എല്ലാ പ്രോജക്റ്റുകൾക്കും സക്സസ് ആയിട്ട് അത് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡിൽ നിന്ന് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.